പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺ സിനയുടെ WWE കരിയറിലെ അവസാന മത്സരം എന്നാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഡിസംബർ 14 ഞായറാഴ്ച വാഷിങ്ടൺ DC എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അമേരിക്കയിൽ തന്നെ ആ ഫൈനൽ മാച്ച് നടക്കുന്നത്. അപ്പോൾ സിനയുടെ ലാസ്റ്റ് മാച്ച് എന്ന രീതിയിൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലാണ് ആ മത്സരം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷണൽ ഡീറ്റെയിൽസും അതിൻ്റെ ടിക്കറ്റ് സെയിൽസുമായിട്ടുള്ള അപ്ഡേറ്റ്സും ഒക്കെ WWE ഇന്നലെ രാത്രിയോടുകൂടി പുറത്തേക്ക് വിട്ടു. ജോൺസണയുടെ അവസാന എതിരാളി ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അത് നിങ്ങളുടെ അഭിപ്രായമായി കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റ് സാധ്യത കൂടുതലുള്ള ഒരു പുതിയ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും റാൻഡി ഓർട്ടനും ടീം ആയിക്കൊണ്ട് ദ വിഷൻ എന്ന് പറയുന്ന ടീമിലെ ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പ്രകാരം കോഡി റോഡ്സ്, റാൻഡി തുടങ്ങിയവരുടെ ടീമാണ് വിജയിക്കാൻ സാധ്യത. നിങ്ങളുടെ പ്രൊഡിക്ഷൻ ഏത് ടീമിനൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റാൻഡി ഓർട്ടൻ കോഡി റോഡ്സിനെ ആക്രമിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത നിങ്ങൾ ഈ മത്സരത്തിൽ കാണുന്നുണ്ടോ? അങ്ങനെയൊന്നും നടക്കാൻ യാതൊരുവിധ സ്കോപ്പ് നിലവിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനത്തെ ഒരു അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ NXT വീക്ക്ലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് അടുത്ത ആഴ്ചത്തെ NXTയിലേക്കുള്ള മാച്ച് കാർഡ്സ് ഓൾമോസ്റ്റ് ഇന്നത്തെ NXTയിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ മുസ്തഫ അലി എന്ന് പറയുന്ന മുൻ WWE താരത്തിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചതാണ്. നിലവിൽ TNA റെസ്ലിംഗുമായി കോൺട്രാക്റ്റുള്ള മുസ്തഫ അലി TNA റെസ്ലിംഗും WWEയും വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ് WWEയുടെ NXT എപ്പിസോഡിലേക്ക് റിട്ടേൺ ചെയ്തത് വെറുതെയല്ല. നിലവിലെ NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ ഈതൻ പേജിനെതിരെയുള്ള ഒരു മത്സരം അടുത്ത NXT വീക്ക്ലി എപ്പിസോഡിലേക്ക് മുസ്തഫ അലി ചോദിച്ചു വാങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത NXT വീക്ക്ലി എപ്പിസോഡ് NXT ഷോ ഡൗൺ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് നടത്തുന്നത്. ഇതുകൂടാതെ ലെജൻഡറി ടാഗ് ടീമായ നിലവിലെ TNAയുടെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ കൂടിയായ ദി ഹാർഡി ബോയ്സിലെ ജെഫ് ഹാർഡിയും മാറ്റ് ഹാർഡിയും അവരുടെ TNA ടൈറ്റിലും NXTയുടെ നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ഡാർക്ക് സ്റ്റേറ്റ് ടീമിലെ ആ NXT ടാഗ് ടീം ടൈറ്റിലും അത് ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ടാഗ് ടീം ടൈറ്റിൽ വേഴ്സസ് ടാഗ് ടീം ടൈറ്റിൽ മത്സരം നടക്കുന്നുണ്ട്. അവൾ വിജയിക്കുന്ന റെസ്ലേഴ്സിൻ്റെ കമ്പനികളുടെയും ടാഗ് ടീം ടൈറ്റിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മത്സരത്തിൻ്റെ ഒരു സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗംഭീര മത്സരങ്ങൾ കൂടി അടുത്ത NXTയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ സർവൈവർ സീരീസ് സ്റ്റൈല് ടാഗ് ടീം എലിമിനേഷൻ മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. 4 പേരടങ്ങുന്ന ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. NXTയിൽ നിന്നുള്ള ടീമും TNAയിൽ നിന്നുള്ള ടീമുകളും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അത് മെൻസിൻ്റേതായിട്ടും വുമൻസിൻ്റേതായിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ NXTയെ മെൻസ് ഡിവിഷനിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് നിലവിലെ NXT ചാമ്പ്യനായ റിക്കി സയൻസ് ആണ്. ഇതുകൂടാതെ ആ ടീമിലുള്ളത് TNA വേൾഡ് ചാമ്പ്യനായ ട്രിക് വില്യംസ്, മൈൽസ് ബോൺ, ജിവോൺ എവൻസ് തുടങ്ങിയവരാണ്. TNA റെസ്ലിംഗിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന ടീമിനെ നേതൃത്വം കൊടുക്കുന്നത് മൈക്ക് സാന്റാന എന്ന് പറയുന്ന റെസ്ലറാണ്. ഇതുകൂടാതെ നിലവിലെ ഇൻ്റർനാഷണൽ ചാമ്പ്യനായ ഫ്രാങ്കി കസേറിയൻ, കൂടാതെ നിലവിലെ എക്സ് ഡിവിഷൻ ചാമ്പ്യനായ ലിയോൺ സ്ലൈറ്റർ, അതുപോലെ തന്നെ സൂപ്പർ താരമായ മൂസ് തുടങ്ങിയ ഒരു 4 ടീം TNA റെസ്ലിംഗിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ വുമൻസിൻ്റെ ഒരു സർവൈവർ സീരീസ് സ്റ്റൈലിലുള്ള ഒരു ടീമുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ NXTയെ ലീഡ് ചെയ്യുന്നത് NXTയുടെ നിലവിലെ ചാമ്പ്യനായ JC ജെയിനും TNAനെ ലീഡ് ചെയ്യുന്നത് TNA റെസ്ലിംഗിൻ്റെ നിലവിലെ നോക്കൗട്ട്സ് ചാമ്പ്യനും NXT താരമായ കെനനി ജോർദനുമാണ്. അപ്പോൾ ഒരു ഗംഭീര സ്റ്റോറി ലൈനൊക്കെ പറഞ്ഞു പോകാൻ സാധ്യതയുള്ള മത്സരങ്ങളാണ് അടുത്ത NXT വീക്ക്ലി എപ്പിസോഡിലേക്ക് ഇന്നത്തെ NXTയിലൂടെ കൺഫേം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ NXT എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത് പതിവ് പോലെ ഒരു ഗംഭീര ഫൈറ്റോട് കൂടിയിട്ടാണ്. TNA റെസ്ലിംഗിലെ ടോപ്പ് സ്റ്റാർസും NXTയുടെ ടോപ്പ് സ്റ്റാർസും തമ്മിൽ നടന്ന ഒരു ഗംഭീര ഫൈറ്റ്. ആ ഒരു ഗംഭീര ഫൈറ്റിൽ ആർക്കും ആധിപത്യം കിട്ടുന്ന പോലെ അവർ കാണിച്ചിട്ടില്ല. എന്തായാലും ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചത്തെ NXT ഷോ ഡൗൺ എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡ് ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും. ലൈവ് കാണാൻ പറ്റുന്നവർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ് അടുത്ത ആഴ്ചത്തെ എന്ന് പറയുന്നത്. വീഡിയോ സംബന്ധിച്ചും NXT വീക്ക്ലി എപ്പിസോഡ് കണ്ട നിങ്ങളുടെ അഭിപ്രായവും അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.